ഉണ്ട്. അപ്പോൾ ഈ സ്ക്രൂവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഐഫോണിൻ്റെ സ്ക്രൂ എന്ന് പറയുന്നത് നമ്മൾ നല്ല ടൂൾ തന്നെ, ഐഫോണിൻ്റെ ടൂൾ തന്നെ ഉപയോഗിച്ച് ഇളക്കണം. കാരണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആവും എന്ന് പറഞ്ഞാൽ പിരി പോകുന്നതല്ല, പക്ഷേ മുകളിൽ ത്രെഡ് പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്ത് അതായത് നല്ല ടൂൾ അല്ലെങ്കിൽ അത് നമ്മൾ ഒരു കറക്കുമ്പോൾ തന്നെ ത്രെഡ് പോകും. പിന്നെ ഇളക്കാൻ വലിയ പാടാണ് മച്ചാനെ. ചെറിയ സ്ക്രൂ ആണ്. അത് ഐഫോൺ ഇളക്കിയവർക്ക് മനസ്സിലാവും മച്ചാനെ. ആ ഒരു ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾ അറിയാവുന്നവർ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ആ സ്ക്രൂകൾ നമ്മൾ വളരെ നൈസായിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഐഫോൺ ഇളക്കുമ്പോൾ ഓരോരോ സ്ക്രൂവും എവിടെയാണ് വന്നതെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയത്തില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ട് നോട്ടിൽ എഴുതിയിട്ട് അവിടെയൊക്കെ ആ സ്ക്രൂ വയ്ക്കാം. ഇല്ലെങ്കിൽ ടോപ്പിൽ ഇത്രയും സ്ക്രൂ ആണ്, സൈഡിൽ ഇന്ന സ്ക്രൂ ആണെന്ന് പറഞ്ഞ് നമ്മൾ ഓർത്ത് മാറ്റി വയ്ക്കുക. ഞാൻ ഡിസ്പ്ലേ ഇളക്കിയെടുത്തിട്ടുണ്ട്, സ്ട്രിപ്പുകളൊക്കെ റിമൂവ് ചെയ്തെടുത്തു.